ഇന്ത്യൻ ഡെമോക്രസിയെ പറ്റിയാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്. There is perhaps no other democratic process in the world where so many people participate. Elections are an essential factor in a democratic system. Let us examine the features of Indian democracy. അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ജനാധിപത്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇത്രയധികം ജനങ്ങൾ പങ്കെടുക്കുന്ന മറ്റൊരു ജനാധിപത്യ നടപടി ഉണ്ടോ? ലോകത്ത് മറ്റൊരിടത്തും ഇല്ല. ജനാധിപത്യ സംവിധാനത്തിന്റെ അനിവാര്യ ഘടകമാണ് തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ഇലക്ഷൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകളൊക്കെയാണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യമാണ് വൈ ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ഡെമോക്രസി. അതായത് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത്? അതാണ് നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം. നമുക്ക് ആദ്യം വായിക്കാം. ഡെമോക്രാറ്റിക് വാല്യൂസ് ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ഇറ്റ്സ് ലീഡർഷിപ്പ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും അതിൻ്റെ നേതൃത്വത്തിനും ജനാധിപത്യ മൂല്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. All the movement in the freedom struggle adopted democratic methods. സ്വാതന്ത്ര്യ സമരത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ മാർഗങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. Similarly, the leaders of that time understood that only a democratic system could politically unify a region with such cultural and geographical diversity. അതുപോലെ തന്നെ ആ കാലത്തെ നേതാക്കൾ മനസ്സിലാക്കിയ വിവിധ സാംസ്കാരികവും അതുപോലെ ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളുള്ള ഒരു പ്രദേശത്തെ രാഷ്ട്രീയമായി ഐക്യപ്പെടുത്താനായിട്ട് കഴിയുന്ന ഒരേ ഒരു സംവിധാനം ജനാധിപത്യമായതുകൊണ്ട് അവരത് സ്വീകരിക്കാനായിട്ട് അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. Only democracy provides a platform for different ideas to intersect. അതായത് വിവിധ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ജനാധിപത്യം മാത്രമേ ഒരു വേദി നൽകത്തുള്ളൂ. The architect of independent India understood that only a democratic system can ensure a peaceful transfer of power between governments as well as provide an opportunity for people to register their grievance and protest. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ശില്പികൾ സർക്കാരുകളുടെ ഇടയിൽ സമാധാനപരമായ അധികാരമാറ്റം ഉറപ്പാക്കാനും ജനങ്ങൾക്ക് അവരവരുടെ പരാതികൾ രേഖപ്പെടുത്താനും പ്രതിഷേധിക്കാനും അവസരം നൽകാനും കഴിയുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അതെടുക്കാനായിട്ട് തീരുമാനിച്ചു. Therefore, when India gained independence, it decided to implement a democratic system and drafted a constitution for it. അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ജനാധിപത്യ സംവിധാനം നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കിയേ പാർലമെന്ററി സിസ്റ്റം ഇൻ ഇന്ത്യ. നിങ്ങൾ വായിച്ച് നോക്കുക. ഞാൻ ഇതിൻ്റെ മീനിങ്സ് പെട്ടെന്ന് പറഞ്ഞു പോകാം. കാര്യം നമ്മുടെ പോർഷൻസ് തീരാനായിട്ട് കിടപ്പുണ്ട്. സോ പാർലമെന്ററി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനം. ഇന്ത്യ പാർലമെന്ററി ഭരണ സംവിധാനമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന് 2 സഭകളുണ്ട്. നമ്മുടെ അപ്പർ ലെവലുള്ളത് അപ്പർ ഹൗസിനെ നമ്മൾ എന്താ പറയുന്നത്? രാജ്യസഭ. ലോവർ ഹൗസിനെ നമ്മൾ ലോകസഭ എന്നാണ് പറയുന്നത്. ലോക്സഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ ആ പാർട്ടികളുടെ കൂട്ടായ്മ മന്ത്രിസഭ രൂപീകരിക്കുന്നു. രാഷ്ട്രതലവൻ രാഷ്ട്രപതിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അധികാരങ്ങളൊക്കെ അങ്ങനെ ലിമിറ്റഡ് ആണ്. യഥാർത്ഥ ഭരണാധികാരം
ആരാണ് നടത്തുന്നത്? പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയാണ് വിനിയോഗിക്കുന്നത്. പാർലമെന്റിനോട് മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്വമുണ്ട്. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിന് നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. മാറ്റിവെപ്പ് പ്രമേയം, ചോദ്യവേള, ആഹ്വാന പ്രമേയം, സീറോ അവർ എന്നൊക്കെ പറഞ്ഞിട്ട് മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയെ നിയന്ത്രിക്കാനും മേൽനോട്ടം വഹിക്കാനുമായിട്ട് കഴിയും. അതൊക്കെയാണ് ഇത്രയും പോർഷനിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സർവജന പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. വോട്ടവകാശം ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 326 പ്രകാരം ജാതി, മതം, ലിംഗം, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും കൂടാതെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ട് ചെയ്യുന്ന ഒരു പ്രായമുണ്ടല്ലോ, അത് 21 വയസ്സായിരുന്നു. എന്നാൽ 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 മുതൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായിട്ട് കുറച്ചു. സാക്ഷരതാ നിരക്ക് കുറഞ്ഞിരുന്ന ഇന്ത്യയിൽ സർവജന പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നതിനെതിരെ പലരും പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ടാകണം എന്ന നിലപാട് ജവഹർലാൽ നെഹ്റു ശക്തമായി സ്വീകരിച്ചു. ആധുനിക ജനാധിപത്യം വളർന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ആരംഭകാലത്ത് തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൾ സർവജന പ്രായപൂർത്തി വോട്ടവകാശം സ്വീകരിച്ചതെന്ന് പ്രധാനം കൂടുതൽ പ്രസക്തമാക്കുന്നു. അതായത് എത്രയുള്ളൂ ഇവിടെ പറയുന്നത്, ആദ്യ സമയത്ത് യൂറോപ്പിൽ പോലും വോട്ടവകാശം സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും നിഷേധിച്ചിരുന്നു. പക്ഷെ ഇന്ത്യ എന്താണ്, കറക്റ്റ് ടൈമിലെല്ലാം 18 വയസ്സ് തൊട്ടുള്ളവർക്ക് എല്ലാം വോട്ടവകാശം അനുവദിച്ചില്ലേ? ജാതി, മത, ലിംഗ ഭേദമൊന്നും ഇല്ലാതെ ആണത് നടപ്പിലാക്കിയത്. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ഭാഗം നോക്കാം. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് സർപ്രൈസിങ് ദാറ്റ് ഈവൻ ഡെവലപ്ഡ് കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗ്രാൻഡഡ് വുമൺ ദ റൈറ്റ് ടു വോട്ട് ലോങ് ആഫ്റ്റർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡെമോക്രസി. ജനാധിപത്യം നടപ്പിലാക്കിയതിന് വളരെ കാലത്തിന് ശേഷമാണ് നല്ല വികസിതമായിട്ടുള്ള ബ്രിട്ടനും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ വരെ സ്ത്രീകൾക്കൊക്കെ വോട്ടവകാശം അനുവദിച്ചതെന്നാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പം മറുപടിയായിട്ട് വരുവാണ്. In many states in the United States, right to vote was granted to the Afro-American people only in the 1960s. അതായത് അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ജനങ്ങൾക്ക് മാത്രം വോട്ടവകാശം 1960കളിൽ ഒക്കെ നൽകിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മാറി എന്നാണ് തോന്നുന്നത്. ഇനി ഇലക്റ്റഡ് ഗവൺമെന്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ആദ്യം നമുക്ക് മീനിങ്സ് ആണ് പറയുന്നത്. മീനിങ്സ് പറഞ്ഞു പോവാണ്. കാര്യം നമ്മുടെ ടൈം കുറച്ച് ലിമിറ്റഡ് ആണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ആയിപ്പോയി. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പറ്റി പറയാം. ഇലക്റ്റഡ് ഗവൺമെന്റ്. ഇന്ത്യയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് സർക്കാർ രൂപീകരിക്കുന്നത്. സർക്കാരിൻ്റെ കാലാവധി 5 വർഷമാണ്. ഈ 5 വർഷം പൂർത്തിയായ ശേഷം പുതിയ തിരഞ്ഞെടുപ്പുകൾ നടത്തപ്പെടുകയും പുതിയ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്യും. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളും തിരഞ്ഞെടുപ്പിലൂടെയാണ് രൂപീകരിക്കപ്പെട്ടത്. ജാതി, മതം, ലിംഗം, സാമ്പത്തിക നില എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും കൂടാതെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പൊതുപദവികൾ വഹിക്കാനും അവകാശമുണ്ട്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും ന്യായമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനായി ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻ ഇലക്ഷൻ കമ്മിറ്റി എക്സിസ്റ്റ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ എന്താന്ന് നോക്കാം.
സ്വാതന്ത്ര്യ നീതിപീഠവും ന്യായ പരിശോധനയും എന്തുവാന്ന് നോക്കാം. ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം മുകളിൽ സുപ്രീം കോടതിയും അതിന് താഴെ ഹൈക്കോടതി, അതിന് താഴെ എന്താണ് ലോ കോർട്ട്, ഇതൊക്കെയാണ് ഉള്ളത്. ന്യായവ്യവസ്ഥ നിർവ്വഹണ ശാഖയിലും നിയമനിർമ്മാണ ശാഖയിലും നിന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യമാണ്. നീതിപീഠത്തിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ജഡ്ജിമാർക്ക് എന്താണ് നിശ്ചിതമായ സേവന കാലാവധി ഭരണഘടന നൽകിയിട്ടുണ്ട്. ന്യായവ്യവസ്ഥയുടെ ശമ്പളത്തിലും സേവന വ്യവസ്ഥയിലും നിർവാഹകവും നിയമനിർമ്മാണവുമായ ശാഖകൾ ഇടപെടുന്നത് ഭരണഘടന നിയന്ത്രിച്ചിരിക്കുന്നു. കോടതി ഭരണഘടനയുടെ രക്ഷാകർത്താവാണ്. അതിനാൽ നിർവാഹകയോ നിയമനിർമ്മാണയോ ശാഖകൾ കൊണ്ടുവരുന്ന ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളും നടപടികളും ന്യായപരിശോധനയിലൂടെ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഇനി നോക്കിക്കേ, പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാർട്ടി സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയിലെ പാർട്ടി സംവിധാനം. ജനാധിപത്യ സംവിധാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഇന്ത്യയിൽ ബഹുപാർട്ടി സംവിധാനമാണ് നിലനിൽക്കുന്നത്. ആദ്യം പൊതുതെരഞ്ഞെടുപ്പിൽ നിന്ന് 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൊതുതെരഞ്ഞെടുപ്പുകളിൽ ആധിപത്യം പുലർത്തിയിരുന്നു. അതിനുശേഷം ദേശീയതലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും പല സംസ്ഥാനങ്ങളിൽ പാർട്ടി അധികാരം നഷ്ടപ്പെട്ടു. 1989 തിരഞ്ഞെടുപ്പിനു ശേഷം ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്ന സംഘ്യ സംവിധാനമാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഓക്കെ, പ്ലൂറലിസം എന്ന് പറയുന്ന ഭാഗമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അത് കഴിഞ്ഞ് ചെറിയൊരു പോർഷൻ കൂടെയുള്ള ഈ ഒരു ചാപ്റ്റർ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ അവസാനിക്കുന്നു. പ്ലൂറലിസം എന്തുവാണെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻ രാഷ്ട്രരാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യ. യൂറോപ്പിലെ പല രാഷ്ട്രരാജ്യങ്ങളും ഒരേയൊരു സംസ്കാരം, ഒരേയൊരു രാഷ്ട്രം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടത്. എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണം അതിൽ നിന്ന് വ്യത്യസ്തമായ വഴിയിലൂടെയായിരുന്നു. വിവിധ മതങ്ങൾക്കും ജാതിവർഗങ്ങൾക്കും സാംസ്കാരിക പാരമ്പര്യങ്ങൾക്കും സമാനമായ അവകാശവും പ്രാധാന്യവുമാണ് ഇന്ത്യ നൽകിയത്. ഈ വൈവിധ്യങ്ങളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നതിനായി ഇന്ത്യ ഫെഡറൽ ഭരണ സംവിധാനമാണ് സ്വീകരിച്ചത്. മതഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളുടെ ഭാഗമാക്കി പ്രത്യേക സംരക്ഷണം നൽകുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോത്രവർഗങ്ങളുടെ സംരക്ഷണത്തിനായി 5ാം, 6ാം പട്ടികകളിൽ പ്രത്യേക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായ സവിശേഷതകൾ പരിഗണിച്ച് പ്രത്യേക പദവിയും നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാരംഭ പ്രസ്താവനയിൽ പ്രിയാമ്പിൾ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ? ആദ്യം തന്നെ ഇതിനകത്ത് പറയുന്നുള്ള കാര്യമായിരുന്നു. ഇന്ത്യൻ പ്രിയാമ്പിളിൽ തന്നെ ഇത് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇന്ത്യ ഒരു രാജ്യം ആണ്. ഈ ഒരു രാജ്യത്തിൽ പ്രത്യേക ഈ ജാതിക്ക് അല്ലെങ്കിൽ ഈ മതത്തിന് പ്രത്യേക ഇത് എന്നുള്ള കാര്യമൊന്നുമില്ല. പ്രിയമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അത് പറയുന്നുണ്ട്. രാജ്യത്തിന് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണനയാണ് നൽകുന്നത്. പൗരന്മാർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിലെ ഈ വൈവിധ്യങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്ന വേദിയാണ് എവിടെ? ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്.
ഈ ഒരു പോർഷൻ. ഇന്ത്യക്കൊപ്പം തന്നെ സ്വാതന്ത്ര്യം നേടിയ നിരവധി മറ്റ് രാജ്യങ്ങൾ വളരെ വേഗത്തിൽ സൈനിക ഭരണം അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിലോട്ടൊക്കെ മാറി. പക്ഷെ ഇന്ത്യ മാറിയില്ല. എന്നാൽ ശക്തികളും ദൗർബല്യങ്ങളും ഉണ്ടായിട്ട് ഇന്ത്യ ജനാധിപത്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അത് ഇപ്പം മുന്നേറുന്നുമുണ്ട്. അതുപോലെ തന്നെ പല മേഖലകളിലും പരിമിതികൾ നിലനിന്നിട്ടും ഇന്ത്യൻ ജനാധിപത്യം ഇന്നും വികസനത്തിന്റെ പാതയിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. നന്ദി, നമസ്കാരം.